മേഖലയിൽ സെൻസറിംഗ് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് വലിയ ചർച്ച സൃഷ്ടിച്ചിരുന്നു. ഇതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാറിന്റെ പരാമർശവും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ മാരകമെന്നായിരുന്നു പ്രേംകുമാറിന്റെ പ്രതികരണം. ഇതിനെ എതിർത്തും അനുകൂലിച്ചും വാദപ്രതിവാദങ്ങൾ നടന്നു. ഇപ്പോഴത്തെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീകുമാരൻ തമ്പി. സിനിമയ്ക്ക് പുറമെ സീരിയലുകൾ നിർമ്മിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പരമ്പരകൾക്ക് സെൻസർഷിപ്പ് വേണം, സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ആവശ്യമാണെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ഞാനാണ്. മോഹന ദർശനം, മേളപ്പദം, അക്ഷയപാത്രം, അക്കരപ്പച്ച, ദാമ്പത്യ ഗീതങ്ങൾ, അമ്മ തമ്പുരാട്ടി, അളിയന്മാരും പെങ്ങന്മാരും, കോയമ്പത്തൂർ അമ്മായി, പാട്ടുകളുടെ പാട്ട്, ബന്ധുവാര് ശത്രുവാര് എന്നീ പരമ്പരകൾ സ്വന്തമായി നിർമ്മിച്ച് സംവിധാനം ചെയ്ത വ്യക്തിയാണ് ഞാൻ. ദേശാഭിമാനി വാരികയിൽ വർഷങ്ങൾക്ക് മുമ്പ് പരസ്യപ്പെടുത്തിയ എൻ്റെ അഭിമുഖത്തിലാണ് ഈ ശക്തമായ അഭിപ്രായം ഞാൻ പ്രകടിപ്പിച്ചത്. സ്വന്തമായി പരമ്പര നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്തു തന്നെയാണ് ഞാൻ ഈ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് മാതൃഭൂമി ടിവിയും മറ്റും അക്കാലത്ത് ചർച്ചകൾ നടത്തുകയുണ്ടായി. ഇപ്പോൾ അതേ അഭിപ്രായം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ പ്രകടിപ്പിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. എന്നാൽ പ്രേംകുമാറിനെ എതിർത്തുകൊണ്ട് ആരൊക്കെയോ രംഗത്ത് വന്നിരിക്കുന്നതായി കാണുന്നു. തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമയ്ക്ക് സെൻസർഷിപ്പ് വേണം, വീടുകളിൽ പ്രദർശിപ്പിക്കുന്ന സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ആവശ്യമില്ല എന്ന് പറയുന്നതിലെ അനുചിതത്വം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരകളിലെ ചില രംഗങ്ങളും എൻഡോസൾഫാനേക്കാൾ കൂടുതൽ വിഷം വിളമ്പുന്നവയാണ്. ഒരു സ്ത്രീയെ നശിപ്പിക്കാനായി എന്തു ദ്രോഹവും ചെയ്യാൻ മറ്റൊരു സ്ത്രീയോ സ്ത്രീകളോ തയ്യാറാകുന്നതാണ് പ്രധാന പ്രമേയം. ഈ കൂട്ടത്തിൽ അമ്മയും അമ്മായിയമ്മയും സഹോദരികളും നാത്തൂന്മാരുമൊക്കെ മാറി മാറിയോ ഒരുമിച്ചോ വരും. മലയാള സ്ത്രീകൾ മുഴുവൻ കുശുംബികളും കുന്നായ്മക്കാരികളും ആണെന്ന് സ്ഥാപിക്കപ്പെടുന്ന കഥകൾ. ഈ അനീതിക്ക് അവസാനം ഉണ്ടായേ മതിയാകൂ. സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ബന്ധപ്പെട്ട ചാനലുകളും ഇനിയെങ്കിലും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. അല്ലാതെ സത്യം പറയുന്ന പ്രേംകുമാറിനെ പോലെ ഉള്ളവർക്കെതിരെ ചന്ദ്രഹാസം ഇളക്കുകയല്ല വേണ്ടത്.